കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര നടന്നെന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വരുമോ? SIT രൂപീകരിക്കുന്നത് പരിശോധിക്കുമെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാക്കുകളിലാണ് ഇനിയുള്ള പ്രതീക്ഷ. മുൻ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ ഒരുക്കണമെന്നും കേസിൽ അന്വേഷണം നടത്തണമെന്നും കോടതി ഉത്തരവുണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘമെന്ന ആവശ്യമുയർന്നത്. അതിനിടെ കേസിലെ ഏക സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്തു വന്നത് വിവാദമായിട്ടുണ്ട്. കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തായതിന് പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെന്നാണ് ആരോപണം. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുൾപ്പെടെയുള്ളവർക്ക് ആക്ഷൻ കൗൺസിൽ പരാതി നൽകി. ജൂലൈ 14 ബെൽത്തങ്ങാടി കോടതിയിലാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ രഹസ്യമൊഴിയിലെ വിവരങ്ങളും പുറത്തുവന്നു. കേസിൽ ഉൾപ്പെട്ട പ്രമുഖർ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം, പരാതിക്കാരനെ തിരിച്ചറിയാൻ കഴിയുന്നത് ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തായത്. ഇതിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെന്നാണ് ആരോപണം. കേസിലെ ഏക സാക്ഷിയാണ് ശുചീകരണ തൊഴിലാളി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ധർമ്മസ്ഥല പോലീസായിരിക്കും ഉത്തരവാദിയെന്നും അഭിഭാഷകരായ ധീരജ് എസ്, അനന്യ ഗൌഡ എന്നിവർ മുഖേന നൽകിയ പരാതിയിൽ ശുചീകരണ തൊഴിലാളി പറയുന്നു. അതേസമയം മൃതദേഹം കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധിക്കാൻ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. പരാതിക്കാരനും കുടുംബത്തിനും സുരക്ഷ നൽകണമെന്ന് കോടതി ഉത്തരവും നടപ്പിലായില്ല. ന്യൂസ് 18 കാസർഗോഡ്.